ഇന്നലെ ഞാനടക്കമുള്ള ദേശസ്നേഹികളായ ഇന്ത്യക്കാർ ദിവസം ആരംഭിച്ചത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള വാർത്തകൾ കേട്ടുകൊണ്ടായിരിക്കും. ആ വാർത്തയറിഞ്ഞ് ഒരുപാട് സന്തോഷിച്ചെങ്കിലും അതിന് മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം മറ്റൊരു വാർത്തയായിരുന്നു. ഇന്ത്യയുടെ 5 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ തകർത്തു. ഇതിൽ നമ്മുടെ അഭിമാനമായ 3 റാഫേലുകൾ ഉൾപ്പെടുന്നു. ഇതറിഞ്ഞ് വളരെയധികം നിരാശയും വിഷമവും തോന്നി. മണിക്കൂറുകൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ നിറഞ്ഞതോടെ അതിൻ്റെ സത്യാവസ്ഥ അറിയാനായി ഇതിൻ്റെ പിന്നാലെ പോയി. എന്നാൽ ഇതിൻ്റെ നിജസ്ഥിതി എന്താണ്? ഇതിനെക്കുറിച്ച് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് CNN ന്യൂസ് ചാനലിനോട് പറയുന്ന സെക്കൻഡുകൾ മാത്രമുള്ള വീഡിയോ ഒന്ന് കാണാം. That your army spokesman threatened, or is there further action to come? Let's start with this very specific allegation of 5 fighter jets shot down. Where's the evidence for that, sir? It's all over the social media, on Indian social media, not on our social media. The debris of these jets fell into Indian occupied Kashmir, and it's all over Indian media today. You're the defense and they have minister. admitted their media has. The reason to talk to you today, sir, is not to talk about content all over social media. I'm sorry, it's not to talk about content all over social media. I'm asking you very specifically. Let me say one thing. They have already admitted that the 3 planes were down. ഇപ്പോൾ കുറച്ചു പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് സംഭവിച്ചതെന്ന്. അയാൾ ഈ വീഡിയോയിൽ പറഞ്ഞത് പാകിസ്ഥാൻ ഈ വാർത്ത അറിഞ്ഞത് ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ നിന്നാണെന്നാണ്. അപ്പോൾ പിന്നെ വേറൊരു സംശയം തോന്നാം, പാകിസ്ഥാനെ വെടിവെച്ച് വീഴ്ത്തിയ ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുടെ വിവരം പാകിസ്ഥാൻ അറിഞ്ഞില്ലേ? അപ്പോൾ പിന്നെ എങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ ഈ വിവരം അറിഞ്ഞു? അപ്പോൾ പിന്നെ നമ്മുടെ റാഫേലുകൾ വെടിവെച്ചിട്ടത് ഈ സോഷ്യൽ മീഡിയ ആയിരിക്കുമോ? പാകിസ്ഥാനേക്കാൾ വലിയ ആക്രമണകാരി സോഷ്യൽ മീഡിയ എന്ന് മൊത്തത്തിൽ പറയാൻ പറ്റില്ല. അതിൽ തന്നെ വളരെ കുറച്ചു പേർ മാത്രം. നഞ്ചെന്തിന നാനാഴി എന്ന് കാരണവന്മാർ പറഞ്ഞത് വെറുതെയല്ല. ഇപ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായത്. ഇങ്ങനെ വാർത്ത നൽകിയവരിൽ എന്നെപ്പോലെ വിരലെണ്ണാവുന്ന മലയാളം ചാനലുകളിൽ മാത്രം വളരെ കുറച്ചു കാലം, അതും ഏറ്റവും താഴ്ന്ന തസ്തികയിൽ ജോലി ചെയ്ത് പ്രവൃത്തി പരിചയം തീരെ ഇല്ലാത്തവർ തുടങ്ങിയ 10 15 ഏറിയാൽ 20 പേർ മാത്രം കാണുന്ന യൂട്യൂബ് ചാനലാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. കാരണം ആ 15 പേർ തന്നെ അതിന് മറുപടി കൊടുക്കുകയും അതോടെ അഭ്യാസം നിർത്തുകയും ചെയ്യുമല്ലോ. ഇങ്ങനെയുള്ള കുറേ ചാനലുകളും അവരുടെ വാർത്തകളും കണ്ടു. അതെല്ലാം നമുക്ക് തൽക്കാലത്തേക്ക് വിടാം. എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഉയർന്ന തസ്തികയിൽ വളരെക്കാലം പ്രവൃത്തി പരിചയവും ആഗോളതലത്തിൽ ബന്ധങ്ങളും ഒക്കെയുള്ള ഒരു ജേർണലിസ്റ്റ് നടത്തുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ചാനലായാലോ? അപ്പോൾ ഇനി വാർത്തയിലെ പിഴവാണോ? എനിക്കിങ്ങനെ ചില വീഡിയോകളിൽ മുമ്പ് പിഴവുകൾ പറ്റിയിട്ടുണ്ട്. പിന്നീട് ആ തെറ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ വീഡിയോകൾ തന്നെ ഡിലീറ്റും ചെയ്തിട്ടുണ്ട്. അങ്ങനെയാവാൻ സാധ്യത കാണുന്നില്ല. ഒന്നിനു പുറകെ മറ്റൊന്നായി ഇതേക്കുറിച്ച് വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇയാൾ ജേർണലിസ്റ്റ് അല്ലേ? ഇയാൾ പറഞ്ഞത് മുഴുവൻ നുണയാണോ? ഇനി ഇദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? ഇനി ഈ ജേർണലിസ്റ്റ് പറയുന്നത് ശരിയാണെന്ന് തന്നെ വെക്കുക. ഉദാഹരണത്തിന് നമുക്കൊരു ബോക്സിംഗ് മത്സരം തന്നെ എടുക്കാം. 1-2 ഇടി കിട്ടി എന്നതുകൊണ്ട് മത്സരത്തിൽ തോൽക്കുമോ? മത്സരം കഴിയുന്നതുവരെ കാത്തിരിക്കേണ്ടേ? അപ്പോഴല്ലേ അറിയൂ ആരാണ് ജയിച്ചതെന്ന്. അതുപോലെ തന്നെയല്ലേ യുദ്ധവും. അടികൊണ്ട് വീണാലും പൂർവാധികം ശക്തിയോടെ എണീച്ച് ശത്രുവിനെ കീഴ്പ്പെടുത്തുന്നതല്ലേ ഹീറോയിസം. ഇനി യുദ്ധത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ നമുക്ക് നേരിട്ട് ആക്രമണത്തിൽ പങ്കുചേരാൻ സാധിക്കില്ല. എന്നാൽ നമ്മുടെ സൈനികർക്ക് പിന്തുണയും ആത്മവിശ്വാസവും നൽകേണ്ടേ? അത് നമ്മുടെ കടമയല്ലേ? പ്രത്യേകിച്ച് നമ്മൾ വീടുകളിലോ ഓഫീസുകളിലോ സുരക്ഷിതമായി ഇരുന്ന് മാധ്യമങ്ങളിൽ യുദ്ധം ആസ്വദിക്കുമ്പോൾ ഈ സൈനികർ ചെയ്യുന്നത് സ്വന്തം ജീവൻ പണയം വെച്ച് നമുക്ക് കൂടി വേണ്ടി യുദ്ധം ചെയ്യുകയല്ലേ? അപ്പോൾ അവരെ പിന്തുണച്ചില്ലെങ്കിലും ആത്മവിശ്വാസം കെടുത്തുന്ന വാക്കുകൾ പറയാതിരിക്കുകയല്ലേ വേണ്ടത്? പ്രത്യേകിച്ച് ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഇത്തവണത്തെ ആക്രമണത്തിന് നേതൃത്വം നൽകിയത് വനിതകളാണെന്നല്ലേ നമ്മൾ ഇന്നലെ അറിഞ്ഞത്. അപ്പോൾ രാജ്യസ്നേഹിയായ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? എന്തെങ്കിലും തരത്തിൽ തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ പിന്തുണച്ച് ധൈര്യം നൽകുകയല്ലേ വേണ്ടത്? ഞാൻ രാജ്യസ്നേഹിയുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി എനിക്കിതൊക്കെ പറയാൻ അർഹതയുണ്ടോ എന്നറിയില്ല. കാരണം ഞാൻ ആകെ വിരലെണ്ണാവുന്നവർ മാത്രം കാണുന്ന യൂട്യൂബർ മാത്രമാണ്, ഒരു ജേർണലിസ്റ്റ് അല്ല. വീഡിയോകൾ ചെയ്യുന്നതിന് ആരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങാത്തത് കൊണ്ട് തന്നെ എനിക്ക് സ്വതന്ത്രമായി വീഡിയോകൾ ചെയ്യാം, അത് ആരും കണ്ടില്ലെങ്കിൽ പോലും. പഹൽഗാം ആക്രമണത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്കും നമ്മുടെ രാജ്യത്തിനും രാജ്യത്തെ സൈനികർക്കും പിന്തുണയോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.